ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൊപ്സ്കെയിൽ. ഇതാ നമ്മുടെ HST നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാത്തിരുന്ന പോലെ തന്നെ HST കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ജൂൺ 11 അർദ്ധരാത്രിക്ക് മുൻപായിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. ഒരാളും ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. കറക്റ്റ് ജൂൺ 11 തീയതിക്ക് മുൻപേ തന്നെ കൺഫർമേഷൻ കൊടുക്കണം. ഇത് ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ് HST എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു. അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, ജൂൺ 11 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്കിനി വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ, കാരണം എക്സാം ഡേറ്റും വന്നു കഴിഞ്ഞു. അപ്പോൾ എക്സാം ഡേറ്റ് ഏതൊക്കെയാണെന്ന് അറിയാം. അതിൻ്റെ ഇനി എങ്ങനെ പഠിക്കണം, നമുക്ക് ഇനി ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് നല്ല റാങ്ക് തന്നെ, ഒന്നാം റാങ്ക് തന്നെ നേടിയെടുക്കാനുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പഠനം നമ്മൾ നടത്തണം. നമ്മൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ HST മലയാളത്തിന് ഓഗസ്റ്റ് 1, നേച്ചുറൽ സയൻസിൻ്റെത് ഓഗസ്റ്റ് 4, ഫിസിക്കൽ സയൻസ് ഓഗസ്റ്റ് 6, HST ഹിന്ദി ഓഗസ്റ്റ് 7, മാത്തമാറ്റിക്സ് ഓഗസ്റ്റ് 8, ഇംഗ്ലീഷ് ഓഗസ്റ്റ് 20. അപ്പോൾ ശരാശരി ഏത് HST ഉദ്യോഗാർത്ഥിക്കും പഠിക്കാൻ ഒരു 60 ദിവസം മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെ. അപ്പോൾ ആ 60 ദിവസം വളരെ ഇൻറ്റൻസ് ആയിട്ട് എല്ലാ ജോലിയും മാറ്റി വെച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള പഠനം നടത്തണം അല്ലെ. അപ്പോൾ ആ ഇൻറ്റൻസ് ആയിട്ടുള്ള പഠനം നടത്താൻ ഓൾറെഡി പഠിക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ നോട്ട്സ് വെച്ചിട്ടും നിലവിലുള്ള വീഡിയോ ക്ലാസ്സുകൾ കണ്ട് ഡൗട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ഇതൊക്കെ പഠിക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലെ. ഇനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ക്രാഷ് ബാച്ചിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഒന്നാം റാങ്കുകളാണിത്. കഴിഞ്ഞ HST എക്സാം കഴിഞ്ഞ സമയത്ത് ആ റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് കിട്ടിയ 6 ഒന്നാം റാങ്കുകളും 4ഓളം രണ്ടാം റാങ്കുകളും മറ്റ് 10ൽ താഴെയുള്ള റാങ്കുകളും ഇവരൊക്കെ തന്നെ ജോലിയിൽ കയറി. അതൊരു മോട്ടിവേഷനാണ്. നമുക്ക് ഈ ഒരു 60 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവരെ പോലെ തന്നെ നമുക്ക് ജോലിക്ക് കയറുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹവുമായിരിക്കും അല്ലെ. അതുപോലെ നമ്മുടെ ഒരു പ്രൊപ്സ്കെയിൽ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 730ഓളം പ്ലസ് ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കുകൾ എത്തിച്ചു. മാത്രമല്ല ഇവരെല്ലാവരും ജോലിയിൽ കയറുകയും ചെയ്തു. അവരാണ് ഇവരൊക്കെ ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടി കാണിച്ചു തന്നു എന്ന് മാത്രം. ഇനിയാണ് നമ്മുടെ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ്. ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് 70 ദിവസത്തെ ക്രാഷ് ബാച്ച് പ്ലാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ചില എക്സാംസിനൊക്കെ അല്ലെങ്കിൽ ചില ടോപ്പിക്കിനൊക്കെ 60 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 70 or 60 days ക്രാഷ് ബാച്ച് ഫീച്ചേഴ്സ് എന്നൊക്കെയാണ്. ഒന്ന് ഫുള്ളി സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആണ്. എല്ലാ ടോപ്പിക്കുകളുടെയും റെക്കോർഡഡ് വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടം പോലെ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഇട്ട് തരും. അതുപോലെ ഒരു 20ഓളം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് നമ്മൾ ഉണ്ടായിരിക്കും. അതുപോലെ ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ട്സ് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ എക്സാംസ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസ് എഴുതി പഠിക്കുക, അതായത് ഒരുപാട് തിയറി വായിച്ചിരിക്കാതെ എക്സാംസിലൂടെ തന്നെ നമുക്കിനി ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ വരുത്തുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓരോ ചോദ്യവും എങ്ങനെ ചോദിക്കും എന്നുള്ള ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ എക്സാംസ് എഴുതണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാംസ് എഴുതുന്നതോടൊക്കെ ക്വസ്റ്റ്യൻ ഒരു പാറ്റേണിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കിട്ടും. അതുപോലെ എല്ലാ മൊഡ്യൂളുകളും ഒരുമിച്ച് ഇരുന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയെ നമുക്ക് പരീക്ഷിക്കാൻ ശരിക്കും മോഡൽ എക്സാംസ് പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ എക്സാംസും ഒന്ന് നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എക്സാംസും അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തായാലും ക്രാഷ് ബാച്ചിലുള്ളവർക്ക് വരെ റാങ്ക് കിട്ടിയ ചരിത്രമുണ്ട്. നല്ല ഒന്നാം റാങ്ക് കിട്ടിയ ചരിത്രം വരെയുണ്ട്. അപ്പോൾ ആ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇനി പഠിക്കാനുള്ളവർക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ക്രാഷ് ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രാഷ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒന്നുമില്ലേ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെയുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് 9061990022 എന്ന് പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 44 എന്ന് പറയുന്ന നമ്പറിലേക്കോ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ സിലബസ് ഇനി നമ്മളുടെ സൈറ്റ് ഒക്കെ ഇന്ന് ഡൗൺ ആണ്. അപ്പോൾ നമുക്കിനി അടുത്തത് സിലബസിനെ കുറിച്ചാണ്. അപ്പോൾ സിലബസ് വന്ന ഉടനെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. സിലബസിൽ ഇനി എന്ത് മാറ്റമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വളരെ കൂളായിരുന്നു കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ചുകൊണ്ട് നമുക്ക് HSTക്ക് വേണ്ടി മുന്നേറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് വന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.